ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് എടുക്കുന്നത് 6th മോഡ്യൂളാണ്. ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയേഴ്സൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ ഈസ് ആൻ XML ഫയൽ. നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ വിൽ ബി XML ഫയൽ ആൻഡ് ജാവ ഫയൽ. നമ്മൾ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ബട്ടൺസ്, ടെക്സ്റ്റ്, ലാബിൾസ് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് XML ഫയലിലാണ്. ഇനി ഒരു ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ജാവ ഫയൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, സർവീസ് ഇതെല്ലാം വാലിഡേറ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് XML എന്ന് പറയുന്ന ഫയലിലാണ്. ഓക്കെ, ദ മെയിൻ ആക്ടിവിറ്റി കോഡ് ഈസ് എ ജാവ ഫയൽ. And whatever component you develop as a part of your application, you must declare all its components in a manifest.xml, which resides at the root of the application project directory. This file works as an interface between Android OS and your application. The manifest file describes essential information about your application, the Android build tools, and the Android operating system and Google Play. Every app project must have an Android manifest.xml file. And the manifest file is required to declare the following: the application, package name, and the component of the app, which include all activities, services, broadcast receivers, and content providers. Next, features. മാനിഫെസ്റ്റ് ഫയലിൽ പാക്കേജ് നെയിം മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പാക്കേജ് നെയിം കൊടുക്കുന്ന എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാനിഫെസ്റ്റ് ഫയലിൽ ഓപ്പൺ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ടാഗ് വെച്ചിട്ടാണ്. ഹിയർ ഇതാണ് ഫസ്റ്റ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, ഒരു XML ഫയൽ ആയതുകൊണ്ട് ആണ് ടാഗ് ലാബിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മാനിഫെസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ആരോ, ദെൻ സ്ലാഷ്, ദെൻ മാനിഫെസ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് എൻഡിങ്. അതായത് ഇങ്ങനെ സെയിം നെയിം തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ എൻഡിങ് എന്നാണ് അർത്ഥം. മെയിൻ ടാഗ്സിനൊക്കെ ഇതുപോലെ എൻഡിങ്, ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവും. ഓക്കെ, ദെൻ പാക്കേജ് ഈക്വൽ ടു പാക്കേജ് നെയിം കൊടുക്കണം. ഓക്കെ, ഇവിടെ com.example.myApp. ആക്ച്വലി പാക്കേജസ് മീൻസ് കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് ഈ പാക്കേജ് പറയുന്നത്. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ജാവ ഫയൽ. ഓക്കെ, നോർമലി പാക്കേജ് നെയിം പറയുന്നത് URL പോലെ തന്നെ ആണ് വെബ്സൈറ്റിന്റെ അഡ്രസ് പോലെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ് com.example.myApp. ദെൻ അതിനുശേഷം വേർഷൻ കോഡ്, വേർഷൻ നെയിം അതൊക്കെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, മാനിഫെസ്റ്റ് ഫയലിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ആപ്ലിക്കേഷൻസ് പാക്കേജ് നെയിം, which usually matches your code namespace, and the Android build tools use this to determine the location of code entities when building your project, and components of the app, which include all activities, services, broadcast receivers, and content providers. Each component must define basic properties and the permission that the app needs in order to access protected parts of the system or other apps. The hardware and software features the app requires, and which affects which devices can install the app from Google Play. For each app components that you create in your app, you must declare a corresponding XML element in the manifest file. Activity for each subclass of activity, service for each subclass of service, and receiver for each subclass of broadcast receiver, and provider for each subclass of content provider. If you subclass any of this component without declaring it in the manifest file, the system cannot start it. അതായത് മാനിഫെസ്റ്റിൽ ഇതൊക്കെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ എക്സാമ്പിളിൽ സ്റ്റാർട്ട് ചെയ്ത മാനിഫെസ്റ്റിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷൻ ടാഗ് ഉണ്ട്, കണ്ടോ? അതിൻ്റെ അകത്ത് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടോ, അതായത് വാലിഡേറ്റ് ചെയ്യണോ അത്രയും ആക്ടിവിറ്റി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും ഒരു മെയിൻ ആക്ടിവിറ്റി ഉണ്ടാവും.
അപ്പോൾ ആക്ടിവിറ്റി ടാഗ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അതായത് ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും ഒരു വിൻഡോ എങ്കിലും ഉണ്ടായിരിക്കും. ആ ഒരു മെയിൻ പേജിനാണ് മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ടാഗിൻ്റെ അകത്ത് ആക്ടിവിറ്റി നെയിം ഏതാണെന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ അത് വാലിഡേറ്റ് ചെയ്യുള്ളൂ. ഹിയർ ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്നത് കണ്ടോ, /ആക്ടിവിറ്റി. ഓക്കെ, ഓരോന്നിനും കറസ്പോണ്ടിങ് എൻഡിങ് ഉണ്ട്. ആ എൻഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലാഷ് ഉണ്ടാവും. ഓക്കെ, ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ടാഗിൻ്റെ അകത്ത്, ആപ്ലിക്കേഷൻ ടാഗിൻ്റെ അകത്താണ് ഈ ആക്ടിവിറ്റിയും സർവീസസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയുള്ള കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് XML ഫയലിലാണ്. ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ജാവ ഫയലിലും. അതുമാത്രം പോരാ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആക്ടിവിറ്റീൻ്റെ നെയിം മാനിഫെസ്റ്റ് ഫയലിലും കൊടുക്കണം. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഇൻ ദ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് XML file. Action adds an action to an intent filter. Then activity declares an activity components. And application, the declaration of the application. Category adds a category name to an intent filter. Data means adds a data specification to an intent filter. And grant URI permission means it specifies the subset of app data that the parent content provider has permission to access. Next, intent filter. Intent means ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ we need some objects. With the help of an object, Android can switch over to another activity with the help of an intent. Intent permit ചെയ്യുന്നതാണ് intent filter. Okay, it specifies the type of intents that an activity, service or broadcast receiver and respond to. Application activities, services, broadcast receivers are activated by intents. An intent is a message defined by an intent object that describes an action to perform. When an app issues an intent to the system locates an app component that can handle the intent based on intent filter declaration in each app's manifest file. Next, manifest, the root element of the Android manifest XML file. And path permission defines the path and require permissions for a specific subset of data within content provider. Permission declares a security permission that can be used to limit access to specific components or features of this or other applications. User's permission specifies a system permission that the user must grant in order for the app to operate correctly. An app component can have any number of intent filters. നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിളാണ്, നിങ്ങൾ നോക്കണം. ഓക്കെ, ദെൻ പെർമിഷൻസ് ഓർ യൂസേഴ്സ് പെർമിഷൻ. Android apps must request permission to access sensitive user data such as contacts and SMS or certain system features such as the camera and internet access. Each permission is identified by a unique label. അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ മാനിഫെസ്റ്റ് ടാഗിൻ്റെ അണ്ടറിൽ താഴെ യൂസേഴ്സ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, declare all permission requests with a user's permission element in the manifest. If the permission is granted, the app is able to use the protected features. If not, its attempts to access those feature fails. And your app can also protect its own components with permissions. And it can use any of the permissions that are defined by Android as listed in android.manifest.permission. Or a permission that's declared in another app. And your app can also define its own permissions. A new permission is declared with the permission element. Users SDK. Each successive platform version often adds new APIs not available in the previous version. To indicate the minimum version with each your app is
compatible, your manifest must include user's SDK tag and its minimum SDK version attribute. And however, beware that attributes in the user's SDK element are overwritten by corresponding properties in the build.gradle file. So if you are using Android Studio, you must specify the min SDK version and target SDK version values.